ഹായ് എവരി വൺ, എല്ലാവർക്കും ലോറൽ ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളർ പേപ്പർ ഉപയോഗിച്ച് ചെത്തിപ്പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ ലിവിങ് റൂമിന് നല്ലൊരു അലങ്കാരമായി നമ്മൾക്ക് ഉപയോഗിക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക. കളർ പേപ്പർ ഉപയോഗിച്ച് ചെത്തിപ്പൂക്കൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽസ് A4 സൈസ് കളർ പേപ്പർ, ഒരു റെഡ് കളർ പേപ്പർ, ഒരു ഗ്രീൻ പേപ്പർ, പിന്നെ ടേപ്പ്, ഗ്രീൻ ടേപ്പ്, ഒരു സ്കെയില്, ഫ്ലോറൽ വയർ, സിസേഴ്സ്, ഫെവിക്കോൾ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് സ്റ്റിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ഈ വയറിൻ്റെ ഒരു 6 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഒരു ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക, ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിൽ. അതിനുശേഷം ആ റെഡ് കളർ പേപ്പറിൽ നിന്ന് ഒരു ചെറിയൊരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പേപ്പർ മുറിച്ചെടുക്കുക. അതിൽ അല്പം ഗ്ലൂ തേക്കുക. അതിനുശേഷം നമ്മളുടെ ഈ വയറ് ഇതിലൊന്ന് ബൈൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കുറച്ച് തിന്നായിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഒരു സെറ്റ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു 6 ഇതാണ് വേണ്ടത്. ഇതുപോലെ 1 2 3 4 5 6 ചെറുതും ഒരു വലുതുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സെറ്റായിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സെറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് 6 ചെറുതും ഒരു വലുതുമാണ് വേണ്ടത്. അങ്ങനെ ആക്കിയെടുക്കുക. ആ വലുത് ഒരു 8 സെൻറ്റിമീറ്ററും ചെറുത് ഒരു 6 സെൻറ്റിമീറ്ററും വെച്ച് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുക. ഇതിങ്ങനെ നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം ഒരേപോലെ വരാൻ വേണ്ടി ഇതിൻ്റെ ഈ അറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപോലെ ആക്കി പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ അറ്റത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നാലും സാരമില്ല. അപ്പുറത്തെ സൈഡിൽ അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എല്ലാം ഒരേ ലെവലിലായിരിക്കണം. അതിന് ശേഷമാണ് നമ്മളിവിടെ ഈ ടേപ്പ് ചുറ്റി എടുക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരെണ്ണം ഇച്ചിരി നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ നീളത്തിൽ എടുക്കുക. 10 എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ഫ്ലവർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനുള്ള ആ സ്റ്റെമ്മ്, അതായത് ആ ഫ്ലവർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്സൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതുപോലെ കുറച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ഇത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഒരു 6 എണ്ണം അല്ല 5 എണ്ണമെങ്കിലും നമുക്ക് മിനിമം വേണം. അങ്ങനെ ഉണ്ടാക്കി എടുക്കുക. ഇപ്പം നമ്മളിങ്ങനെ ഒരു 4 സെറ്റ് ഫ്ലവറിന് വേണ്ടിയുള്ള സ്റ്റിക്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് ഒരു സെറ്റ് ബഡ്സ് വേണം. അപ്പോൾ ഈ ബഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. ഒരു 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ ഒരു റെഡ് കളർ പേപ്പർ, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 3 സെൻറ്റിമീറ്റർ ലെങ്തുള്ള ഒരു ചെറിയ ഇതെടുക്കുക. അതിലേക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഈ കോർണർ പാർട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് മടക്കി കൊടുക്കുക, തിരിച്ചു പിടിക്കുക. ഈ കോർണർ പാർട്ടും ശകലം ഗ്ലൂ തേച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വൈൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റെമ്മ് ഷേപ്പിലൊരു ബഡ് ഷേപ്പിലൊരു ഇങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഇതുപോലൊരു സെറ്റ് ഉണ്ടാക്കി എടുക്കുക. ഇനി നമ്മൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾക്ക് ഫ്ലവർ 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു ഫ്ലവർ പഞ്ച് വെച്ച് നമുക്ക് ഫ്ലവർ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇല്ലെങ്കിൽ നമ്മൾക്കൊരു ചെറിയ ഒരു 2.5 സെൻറ്റിമീറ്റർ ഒരു നീളമുള്ള ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചെറിയ സ്ക്വയർ പേപ്പറാണ്. അതെടുത്ത് ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മടക്കുക. ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് മടക്കുക. മടക്കിയ ശേഷം ഈ കോർണറിൽ വരത്തക്ക രീതിയിൽ ഒന്നും കൂടി ഒന്ന് മടക്കുക. ഇങ്ങനെ മടക്കിയെടുക്കുക.
അതിനുശേഷം സിസേഴ്സ് വെച്ച് നമ്മൾ ഒരു ഫ്ലവറിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഒരു ഫ്ലവർ 4 പെറ്റൽ വരുന്ന ഒരു ഫ്ലവർ വരത്തക്ക രീതിയിൽ ഒന്ന് ചെറുതായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതുപോലെ വരും. കട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഫ്ലവർ പഞ്ച് ഉപയോഗിച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ പഞ്ച് ഉപയോഗിച്ച് ധാരാളം ഫ്ലവർ ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ 2 പേപ്പർ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റിക്സും ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മൊത്തം 6 സെറ്റായിട്ടുള്ള സ്റ്റിക്സ് ആണുള്ളത്. അതിൽ ഒരു സെറ്റ് ബഡ്സ് ആണ്. ഇനി നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു നീളമുള്ള ഒരു വയറും കൂടി വേണം. എന്നിട്ട് നമ്മളിത് ഒരുമിച്ചിങ്ങനെ എടുക്കുക. ഒരുമിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ ഈ അറ്റം ഒരുപോലെ നിൽക്കാനായിട്ട് ഓർക്കുക. അതിനുശേഷം ഇങ്ങനെ ഈ 6 സെറ്റും ഒരുമിച്ച് കയ്യിൽ എടുത്ത് പിടിച്ച് അതിലേക്ക് ഈ ഒരു വയറും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ടേപ്പ് ഇങ്ങനെ ചുറ്റുക. ഇവിടെ ഇങ്ങനെ ടേപ്പ് ചുറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലവറിൻ്റെ അറ്റാച്ച് ചെയ്യാനുള്ള സ്റ്റിക്സും സ്റ്റെമ്മും ഒക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് കുറച്ച് അകത്തിയൊക്കെ ഒന്ന് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് അകത്തി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഒന്ന് അകത്തി കൊടുക്കുക. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഈ ചെറിയ സ്റ്റിക്സും ഒക്കെ ഒന്ന് അകത്തി കൊടുക്കുക. ഫ്ലവറിൻ്റെ സ്റ്റിക്സൊക്കെ നമ്മളൊന്ന് അകത്തി എടുത്ത് ഏകദേശം ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കുക. എന്നിട്ട് ഈ അറ്റത്തേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ച ഫ്ലവർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേ ഫ്ലവർ അതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്ത് അല്പസമയം എടുക്കും ഉണങ്ങാനായിട്ട്. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡിയായിരിക്കുകയാണ്. ഏകദേശം ഒരു 35 ഫ്ലവേഴ്സ് വേണം. പിന്നെ ബഡ്സ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയത്. ഇത്രയും ചേർത്ത് ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫ് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ലീഫാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഒരു 8 സെൻറ്റിമീറ്റർ നീളം, ഒരു 6 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പേപ്പർ എടുക്കുക. അതിനുശേഷം അത് 2ആയിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഒന്നും കൂടി മടക്കുക. അത് 2 ഇല ഒരുമിച്ചെടുക്കാനായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് മൊത്തം ഈ സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് 10 ലീഫാണ് വേണ്ടത്. കുറച്ച് വലുതും കുറച്ച് ചെറുതുമാണ്. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് അല്പം വലിയ ലീഫാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ എടുത്തു. ഇങ്ങനെ മടക്കി 2 ലീഫ് കിട്ടാൻ വേണ്ടി പിന്നെ ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് 2 ലീഫ് ഒരുമിച്ച് കിട്ടി. ഈ ലീഫിന് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ശരിയാകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിലും വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ലീഫ് റെഡിയായി. ഞാൻ ഓൾറെഡി ഇതിൽ അറ്റാച്ച് ചെയ്തിരുന്നു കുറച്ച് ലീഫ്. 10 ലീഫാണ്. അപ്പോൾ ബാക്കിയുള്ള ലീഫ് നമ്മൾ ഇവിടെയോട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഫ്ലവർ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഈ ചട്ടിക്കകത്ത് കുറച്ച് കല്ലുകളൊക്കെ ഇട്ടിട്ട്, ഞാനിവിടെ കുറച്ച് മെറ്റലിൻ്റെ പീസാണ് ഇട്ടിരിക്കുന്നത്, അങ്ങനെ ഇട്ടിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.